അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ബ്രോയ്ക്ക് വെറും 21 വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവ് വന്നത്? ഹലോ ഗായ്സ്, ഇനി മുതൽ നമ്മളെ ടെസ ചാർലി യൂട്യൂബ് ചാനലിൽ നല്ല അടിപൊളി ബിസിനസ് ഐഡിയാസും കൂടെ വരുന്നതായിരിക്കും. അതായത് ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ വീഡിയോ, അതിനുവേണ്ടി നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നത് 21 വയസ്സുള്ള നല്ല യങ് ബിസിനസ് മാൻ ആണ്. നമ്മുടെ ഈ ഒരു കൊല്ലം ബീച്ചിൽ ബീച്ചിന്റെ വ്യൂല് അടിപൊളി ഒരു റെസ്റ്റോറന്റ്, ഗ്രിൽ ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഈ ഒരു ബ്രോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ബ്രോയോട് തന്നെ ചോദിക്കാം. അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹായ്, ഞാൻ ആസിഫ് മുഹമ്മദ് അഷാഖ്. ഇവിടെ BCA സ്റ്റുഡന്റ് ആയിരുന്നു. BCAക്ക് ശേഷം ഇപ്പോൾ MCA പെർസ്യൂ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ബ്രോയ്ക്ക് വെറും 21 വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവ് വന്നത്? ബിസിനസ് ചെയ്യണമെന്നൊരു മോട്ടീവ് എന്ന് വെച്ചാൽ പണ്ടോട്ട് ഈ പറയുന്ന ബിസിനസ് ഒക്കെ കാണുമ്പം ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എൻ്റെ പിറകിലുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതിലോട്ട് അതിനെല്ലാം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ആലോചിച്ച് ഓരോന്ന് ആലോചിച്ച് വരുമ്പം അതിൻ്റെ ഉള്ള പിറകിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇന്നതാണ്, ഇങ്ങനെയാണ് വർക്കിംഗ്, അങ്ങനെ മനസ്സിലായി വന്നപ്പം പിന്നെയും അതിനകത്തേക്ക് ഇറങ്ങാൻ തോന്നി. അങ്ങനെ പോയപ്പോൾ എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ വാപ്പിന് അത്യാവശ്യം ഓഫീസ് ജോബ്സ് അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാണ്. ഈ ഇടയ്ക്ക് ഒരു 3 വർഷം മുമ്പാണ് എൻ്റെ വാപ്പി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഹോട്ടൽ, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, ഗ്രിൽ ഹൗസ് കഫേ എന്ന് പറഞ്ഞിട്ട് ആയത്തിൽ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു കഫേയാ. ആർക്ക് വേണമെങ്കിലും ഏത് ബഡ്ജറ്റ് റേഞ്ചിലും നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് ഈവനിങ് 5:30 തൊട്ട് വെളുപ്പിനെ 2 മണി വരെ നമ്മളെ ബിസിനസ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാ സമയവും നമ്മൾക്ക് അത്യാവശ്യമാണ്, എപ്പോഴും വേണ്ട ഒരു സാധനമാണ്. അത് നമുക്ക് ഒരു രാത്രി ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്ന് ഇല്ലാന്ന് ഒരു അവസ്ഥ വരുവാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ടൈമിൽ അത് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അവിടെ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു 2 മണി അല്ലെങ്കിൽ ആ ഒരു 2 മണി, നമ്മൾ 2 മണി വരെയും ആര് വന്നാലും ആ ഒരു ടൈമിൽ വരുന്നവർ ആരാണോ അവിടെ നമുക്ക് ആഹാരം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. അപ്പൊ ബേസിക്കലി റോൾ മോഡൽ എന്ന് പറയുന്നത് ഫാദർ തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ബീച്ച് വ്യൂല്, നമ്മുടെ ഈ ഒരു കൊല്ലത്ത് ഈ ഒരു ബീച്ച് വ്യൂല് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്താ? ബീച്ച് വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇവിടെ ഞാൻ പഠിക്കും, കോളേജിൽ പോകുന്ന ടൈം തൊട്ട് പണ്ടോട്ട് വരുന്നതാണ് ബീച്ചിൽ. അപ്പോൾ മൊത്തത്തിൽ ബീച്ചിൻ്റെതായ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് ഒന്നും ഇതുവരെ ആരും അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ആരും അങ്ങനെ ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റി. ഇവിടെ നോക്കുമ്പം രാത്രി ആണെങ്കിലും ലൈറ്റും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് ആൾക്കാരും ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ കഴിക്കാൻ ടൈമിന് ഫുഡോ ആ ഒരു ടൈമിങ്ങിൽ ഒരു നൈറ്റ് ലൈഫ് ഫോക്കസ് ചെയ്ത് ആരും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതായിരുന്നു മെയിൻ ഇന്റൻഷൻ. ഓക്കെ. അപ്പൊ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ശരിക്കും. നമ്മുടെ ഈ ഒരു കൊല്ലം ബീച്ചിന്റെ വ്യൂവിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, മെയിൻ ആയിട്ട് ഫാമിലിയും യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ നൈറ്റ് ലൈഫ് ആണല്ലോ ആസ്വദിക്കാറുള്ളത്. അപ്പൊ അവർക്ക് അതും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉച്ചയ്ക്ക് 3 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലീസിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായ ഒരു ടൈമിങ്ങിന് പ്രിഫറൻസ് അനുസരിച്ച് വരാനുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇനി നല്ല അടിപൊളി ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യണമെങ്കിലും അത് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ബ്രോ പറഞ്ഞു തരുന്നതായിരിക്കും. ഫംഗ്ഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ബർത്ത്ഡേ പാർട്ടീസ് നടത്തും, പിന്നെ ചെറിയ ഗെറ്റ് ടുഗദേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ആനിവേഴ്സറീസ് എല്ലാം ചെറിയ രീതിയിൽ നമ്മൾ നടത്താറുണ്ട്. അപ്പം ഔട്ട്ഡോർ വേണമെങ്കിൽ ഔട്ട്ഡോർ ചെയ്യാം. ഔട്ട്ഡോർ ഒരു 30 പേർക്ക് ഔട്ട്ഡോർ ചെയ്യാം. അതല്ല ഇൻഡോർ ആണെങ്കിൽ നമുക്ക് ഇൻഡോറും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 30+ അല്ലെങ്കിൽ ഒരു 50 ഉണ്ടെങ്കിൽ ഇൻഡോറും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതല്ല 100 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റും. നമുക്ക് ഇൻഡോർ മൊത്തത്തിൽ താഴെയും ഇൻക്ലൂഡഡ് ചെയ്യുവാണെങ്കിൽ ഒരു 100 പേരെ പുറത്ത് ചെയ്ത് നമുക്ക് പാർട്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അടിപൊളി പാർട്ടീസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ബീച്ചിന്റെ വ്യൂവിൽ. അപ്പൊ നിങ്ങൾ 100 പേര് കൂടുതലായിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ഫംഗ്ഷൻസ് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വെറും 21 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബിസിനസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ചലഞ്ചസോ എല്ലാം ഉണ്ടായിരുന്നു? ഇപ്പൊ പഠിക്കേണ്ട സമയമല്ലേ, അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നോ? ചലഞ്ചസ് ഒബ്വിയസ്ലി എന്തായാലും ഉണ്ടാകും. എല്ലാത്തിനും അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. ഞാൻ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു പ്രായത്തിന് എല്ലാവരും വിലയിരുത്തി പറഞ്ഞു, എനിക്ക് ചെയ്യാനുള്ള ഒരു സംഭവം അല്ല, വാപ്പിക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടവർ ചെയ്യും, ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആവണ്ട, ഈവൻ സഹായിക്കാൻ പോലും നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെതായ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് ആ ഒരു പാഷൻ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. അല്ലാതെ ആരും എനിക്ക് സപ്പോർട്ടായിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറെ സഹായിച്ചിട്ടുണ്ട്.
എനിക്കിവിടെ ഓരോ ഇപ്പം എന്തെങ്കിലും ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇപ്പം ഒരു സ്റ്റാഫ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്കിപ്പം ഇവിടെ നിൽക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് വന്ന് ക്യാഷ് കൗണ്ടർ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അവര് ബാക്കിയുള്ള സ്റ്റാഫിനെ മാനേജ് ചെയ്യുക. അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിരുന്നു, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഇപ്പൊ ഏതൊരു ജേർണിയിലാണെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആവാനായിട്ട് പറ്റും. തീർച്ചയായും. ഇപ്പൊ നമ്മുടെ ഈ ഒരു കൊല്ലത്ത് ഈ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസമായി അല്ലേ? അപ്പൊ ഈ ഒരു 3 മാസത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ചാലഞ്ചസ്, അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ ചോദിച്ചാലില്ല. പിന്നെ പല സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, മീൻസ് സ്റ്റാഫുകൾ പല ദിവസം ലീവ് എടുക്കും, അപ് ഫ്രണ്ട് അറിയിക്കാതെ ലീവ് എടുക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ പ്ലേസിൽ ഞാൻ തന്നെ കയറി വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഒരു സപ്ലൈ സ്റ്റാഫ് ഇല്ലായിരുന്നു, അപ്പോൾ ആ പുള്ളിക്കാരന്റെ സ്ഥാനത്ത് ഞാൻ തന്നെ നിന്ന് സപ്ലൈ ചെയ്യേണ്ടി വന്നു. പിന്നെ ഓർഡർ എടുത്തു, പിന്നെന്താ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം പറയാൻ നിന്നാൽ അപ്പൊ അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അതായത് സ്റ്റാഫുകൾ എമർജൻസി ആയിട്ട് ലീവ് എടുക്കുന്ന സമയത്ത്, സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു യങ് ബിസിനസ് മാൻ ഹാൻഡിൽ ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഒരു മോട്ടീവ് ഉണ്ടാവും ബിസിനസ് ചെയ്യണോന്നുള്ളത്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് പലതും കാണും, പക്ഷെ അതിൽ ഒതുങ്ങിക്കൂടാതെ ആ ലിമിറ്റ് ബ്രേക്ക് ചെയ്യുക. പിന്നെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് എന്തൊരു ബിസിനസ്സിൽ ഇറങ്ങുവാണെങ്കിലും അതിന് മുമ്പായിട്ട് അത്യാവശ്യം നല്ല അറിവിൽ ആ ഒരു ആ ഒരു ഫീൽഡിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനെ പറ്റി നല്ല രീതിക്ക് അറിഞ്ഞിട്ട് ഒരു തിട്ടം വരുത്തിയിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങാന്നുള്ളതാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ലെവലിൽ എത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നല്ലൊരു സക്സസ് ഫീൽഡിലേക്ക് നമ്മൾ എത്തും അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം ആയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു 3 മാസത്തിന്റെ ഇടയിൽ സ്റ്റഡീസും കൂടെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നല്ലോ. ഒരു 3 മാസത്തില് ഈ കടയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമില്, അല്ലെങ്കിൽ നമ്മള് ഇതിന് മുമ്പായിട്ട് നമ്മള് ഇവിടെ കുറെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമില് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഫുള്ളി ഇൻവോൾവ് ആകാൻ പറ്റിയില്ലായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ ഐഡിയാസ് പറയുന്നല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം ആ ഒരു ടൈമിൽ എനിക്ക് എക്സാം നടക്കുമായിരുന്നു. എക്സാംസ് എൻ്റെ BCA ഡിഗ്രി ഫൈനൽ സെം എക്സാമിനേഷൻ നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ബേസിക്കലി ടൈം മാനേജ്മെന്റ് ആയിരുന്നു മെയിൻ കീ. ടൈം മാനേജ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ ഒരു രീതിക്ക് കൊണ്ടുപോകേണ്ട ആ ഒരു ടൈമിലെല്ലാം അതിന്റെ രീതിക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. ഓക്കെ, അപ്പം ഈ സ്റ്റഡീസ്, അതായത് ഇപ്പൊ BCA പഠിക്കുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ ഒരു മൈൻഡിൽ BCA പഠിക്കുമ്പോഴാണോ വന്നത്, അതോ അതിന് മുന്നേ വന്നിരുന്നു അങ്ങനെ ഒരു തോട്ടൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഈ പറഞ്ഞ എനിക്ക് എന്റെ പാഷനായിട്ട് തന്നെ എനിക്ക് കോഡിങ് അത്യാവശ്യം താല്പര്യമാണ്. അത് കൂടാതെ ഇതും അതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് ഐറ്റംസ് കൂടാതെ ഫംഗ്ഷൻസും പാർട്ടീസും ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറയോ? നമ്മള് മെയിൻ ആയിട്ട് നമ്മളെ ഗ്രില്ലോസ് അറിയപ്പെടുന്നത് അൽഫാമിന് വേണ്ടിയാണ്, പെരിയും അഫ്ഗാനിയും അൽഫാമിന് വേണ്ടിയാണ്. പിന്നെ അത് കൂടാതെ ചൈനീസ് ക്വിസീൻ ഉണ്ട്, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, അങ്ങനെ. പിന്നെ ഇന്ത്യൻ ഫുഡ്സ് ആയിട്ട് കേരള പൊറോട്ട, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, അങ്ങനെയൊക്കെ. ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, അതേപോലെ റാപ്പും കാര്യങ്ങളും, മെക്സിക്കൻ സിംഗർ റാപ്പ്, അങ്ങനെയുള്ള വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഷേക്സ്, കുടിക്കുന്ന ഡ്രിങ്ക്സ് ആയിട്ട് ഫലൂഡാസ്, ഷേക്സ് ഉണ്ട്, ബ്രൗണി വിത്ത് ഐസ്ക്രീം, അങ്ങനെയൊക്കെ. നമ്മുടെ ആസിഫിന്റെ ഈ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത് ശരിക്കും ഇനി ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു മോട്ടീവ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ബിസിനസ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്, ഐഡിയാസ്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. ആസിഫ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നല്ലതുപോലെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്